ഹായ് ഹലോ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. താത്തയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിന്ന് പുഴ വരെ പോവാമെന്നൊക്കെ പറഞ്ഞ് വെയിലാറിയ സമയത്ത് കേട്ടോ, ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ. അങ്ങനെ എല്ലാവരും കൂടി പോവാണ്. ഇപ്പം വരണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോവാണ്. ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ പോകാനായിട്ട് ഇപ്പോൾ പറ്റില്ല. വഴിയൊക്കെ ബ്ലോക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് അങ്ങാടിയിലൂടെയാണ് പോണത്. ഋഷുട്ടൻ ആദ്യമായിട്ടാണ് കേട്ടോ പുഴ കാണുന്നത്. അപ്പോൾ ആദ്യം വെള്ളത്തിൽ കാല് വയ്ക്കാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആൾ ഓക്കെ ആയി. ഇത് നമ്മുടെ ചാലിയാർ പുഴയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ചൂരൽമല ഉരുൾപൊട്ടലൊക്കെ നടന്ന സമയത്ത് ഇതിലൂടെയാണ് കേട്ടോ, ഈ പുഴയിലൂടെയാണ് ബോഡികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. വല്ലാത്തൊരു ടൈമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെയുള്ള ആളുകൾ വെളുക്കുന്നത് നോക്കിയിരിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതായത് നേരം വെളുത്താൽ തിരച്ചിലിന് വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. അങ്ങനെ അതേപോലെ രാത്രി ഇരുട്ടാവുന്നത് വരെ അത് തന്നെയായിരുന്നു കേട്ടോ. ബാക്കിയുള്ള പരിപാടികളൊന്നുമില്ല. ഫുൾ ടൈം ഈ ഒരു തിരച്ചിലിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളായിരുന്നു. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭീകരമായൊരവസ്ഥയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പുഴയൊക്കെ ശാന്തമായി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റ്, നമ്മൾ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് അക്കരെ കടന്നാൽ ഇവിടെ ഒരു പറമ്പുണ്ട് കേട്ടോ. ജാതിക്ക, അതുപോലെ തന്നെ കൊക്കോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനുമാണ് പോയത്. അവിടെ നമ്മൾ വേലി പോലെ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. അതല്ലാതെ പുറത്ത് നമ്മൾ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസൊക്കെ എടുത്തത് നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഇതാണ് നമ്മുടെ പനങ്കയം പാലം. നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അതിൽ ബസ്സൊക്കെ പോകാറുണ്ട്. നമ്മളിപ്പോൾ കുറച്ച് വിട്ടാണ്, അതുകൊണ്ടാണ് വല്ലാണ്ട് ക്ലിയർ ആവാത്തത്. ഇത് ചെറിയൊരു കാട് പോലെയൊക്കെ തോന്നും, വലിയ കാടൊന്നും അല്ല കേട്ടോ. ഇത് കണ്ടോ, കൊക്കോ. ഇത് ഈ വേലിക്ക് പുറത്തായിട്ട് നമ്മുടെ പുഴയരികിൽ ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇതിന് പ്രോപ്പർ കെയർ കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടാവാം എല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. ഭയങ്കരമായിട്ട് ഉണങ്ങിപ്പോയിട്ടുണ്ട്. പിന്നെ ചിലത് ഉണ്ടാവുന്നുണ്ട്. നല്ല പഴുത്തതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു സൈഡ് എന്താ പറയുക, പക്ഷികളൊക്കെ കുത്തിയാകെ അലമ്പായിട്ടുണ്ട്. താത്തയാണ് കേട്ടോ വഴികാട്ടി. അപ്പോൾ താത്ത ആദ്യമൊക്കെ ഇതിൽ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. എനിക്ക് ഈ ഏരിയ വലിയ പരിചയമില്ലാത്തതുകൊണ്ട്. അങ്ങനെ നമ്മൾ പോയി. ശരിക്കൊരു വീഡിയോസ് പ്രോപ്പറായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഉൾഭാഗമൊക്കെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ ഓപ്പണിങ് കുറേ താഴെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്. ഋഷിട്ടൻ കരയുന്നത് കൊണ്ട് നമുക്ക് അധികം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം പോവാതെ ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടോ, ചിലത് നല്ല ഏകദേശം ആയിട്ടുണ്ട്, പക്ഷേ പഴുപ്പിൻ്റെ അവസ്ഥയിൽ വന്നിട്ടില്ല. ഇത് കണ്ടോ, ചെറിയൊരു മഞ്ഞ, പക്ഷേ അതിൻ്റെ മറ്റേ സൈഡിൽ കിളി കുത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് ജാതിക്കേൻ്റെ മരമാണ്. നിറയെ ജാതിക്കയുണ്ട്. കൊക്കോ കാപ്പിയൊക്കെ നിറയെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. നല്ല രസമാണ് കേട്ടോ ഉള്ളിലൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഞാനും താത്തയും കൂടെ പോവുകയാണ്. ജസ്റ്റ് ഒരു കാട് പോലെയൊക്കെ ഉണ്ട്. മീൻസ് ഇതിലധികം അങ്ങനെ ആൾ വരുന്നില്ല തോന്നുന്നു. കണ്ടോ, കുറേ കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെയാണ് നമ്മൾ പോയത്. കാടെന്ന് പറയാൻ ഈ കൊക്കോ കാപ്പി മരം തന്നെ അതിൻ്റെ കൊമ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടൊരു കൂടാരം പോലെയാണ്. നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്നിട്ടുണ്ടോ, അതായത് പഴുത്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനുള്ള ഒരു അവസ്ഥയാണ്. ഇത് കണ്ടോ, ചെറുതായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ചൊരു വിധം ആയതൊക്കെ കിളി കൊത്തിയിട്ടുണ്ട്. ഇത് ആണ് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ളത്, പക്ഷെ അത് അധികം പഴുപ്പായിട്ടില്ല കേട്ടോ. ഇതിലെ ആദ്യം ഒരു ഇടവഴിയൊക്കെ ഉണ്ടായിരുന്നു അത്രേ. അതായത് പാലമൊക്കെ വരുന്നതിന് മുമ്പ് ഒരു തോണിക്കടവാണെന്നാണ് താത്ത പറഞ്ഞത്. അതായത് താത്തയും താത്താൻ്റെ കൂട്ടുകാരും കാക്കുവും ഒക്കെ ഇവർ തോണിയിലായിരുന്നു ഇത്രേ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതായത് ക്രോസ് ചെയ്തിട്ട് പാലമില്ലാത്തത് കൊണ്ട് അക്കരെ ആണ് സ്കൂളുള്ളത്. അപ്പോൾ അക്കരയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത് തോണിയിലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ഇതൊക്കെ കണ്ടോ, എല്ലാം ചെള്ളാണ്. ചെള്ള് മീൻസ് നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും, ചെറുതാണ്, ഉണ്ടായി വരുന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തൽക്കാലത്തിന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 അത്യാവശ്യം വലുത് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു പോരാണ്. ഇപ്പോൾ വലിയ ഒഴുക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് ജസ്റ്റ് നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു വെള്ളമേ ഉള്ളൂ. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിൽ നല്ല ചൂട്, അതായത് ഈ മണലൊക്കെ ചൂടായിട്ട് നല്ലൊരു ആവിയുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ കോൾ ചെയ്തു, ഋഷിട്ടൻ കരയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ചു പോരുകയാണ്. ഇത് കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ എന്നാൽ നമുക്കൊന്ന് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കൊക്കോ പൊട്ടിച്ച അവസ്ഥയാണ്. പക്ഷേ ഇതൊന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഭാഗ്യത്തിന് 2 പറിച്ചുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ പാകമായിട്ടില്ല. അപ്പോൾ ഒരു കറേൻ്റെ ഒരു ചുവ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഋഷുട്ടന് നന്നായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അവൻ ഉറങ്ങി കേട്ടോ.
അങ്ങനെ പോന്നു. അപ്പോൾ നമുക്കറിയുന്നൊരു ചേച്ചിയുടെ വീട് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിൽ ജസ്റ്റ് ചേച്ചീനെ കണ്ടപ്പോൾ കുറച്ചേരം സംസാരിച്ചിരുന്നു കേട്ടോ. അവരുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായ മല്ലികയാണ്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. അവിടുന്ന് നമ്മൾ തിരിച്ച് പോരുവാണ്. അങ്ങനെ തിരിച്ച് പോകുന്ന വഴി നമ്മളെ വീടിൻ്റെ അടുത്തുള്ള താത്താൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ, അപ്പോൾ താത്ത അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംസാരിച്ചിരുന്നപ്പോഴാണ് അവിടെ വീടിൻ്റെ മുറ്റത്തുള്ള സപ്പോട്ട കണ്ണിൽ പെട്ടത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് വലിയ ഹൈറ്റ് ഇല്ലാത്ത മരം ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളതാണ്. അങ്ങനെ നമ്മൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ തിരിച്ച് വീണ്ടും പോവാണ്. ഇത് നല്ല ഭംഗിയില്ലേ, ഇത് നമ്മുടെ ബോഗൺവില്ലയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. പ്രാർത്ഥനാ പരിപാടികളും മേലഴുകൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു അൽഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, ചുവന്നുള്ളി, മല്ലിയില, ഇതെല്ലാം കൂടെ, പച്ചമുളക് കേട്ടോ, ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കണം. പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പേസ്റ്റ് ചെയ്യേണ്ട, അങ്ങനെ ഒരു പരുവത്തിലെടുക്കുക. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ഇടണം. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മുടെ നേരത്തെ എന്താ പറയുക, ചതച്ച് വെച്ചിട്ടുള്ള പേസ്റ്റില്ലേ, ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ മിക്സ് ചെയ്യുന്ന കാര്യത്തിൽ എപ്പോഴും തല്ലായിരിക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്യണത്. ഇപ്പോൾ ഫിദുവാണ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ തൈര് കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല പരുവത്തിലെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. കൈ വെച്ചിട്ടാണ് മിക്സ് ചെയ്യണത്. താത്ത തന്നെയാണ് കേട്ടോ നമ്മുടെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റ് എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നെയ്ച്ചോറാണ്. അപ്പോൾ ഈ ഒരു അൽഫാം ആവുന്ന ടൈം, അതായത് ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കുന്ന ടൈമുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടില്ലേ, ആ ഒരു ടൈമിൽ എന്ത് ചെയ്തു, നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഏകദേശം ടൈം ആയിട്ടുണ്ട്, മസാലയൊക്കെ സെറ്റായിട്ടുണ്ടാവും. ഇനി നമുക്കത് വേറെ പരിപാടികളൊന്നുമില്ല, വറുത്തെടുക്കാം. അതായത് ഏകദേശം നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ അതൊന്നുമില്ല, ചട്ടി വയ്ക്കുക. 2 സെറ്റായിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ പുഴയിൽ നിന്ന് വരലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ടൈം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവേണ്ടത് കൊണ്ട് 2 പാനിലാണ് ഇത് കുക്ക് ചെയ്തെടുക്കണത് കേട്ടോ. അപ്പോൾ നമ്മൾ 2 പാനിലും എണ്ണ ഒഴിച്ചു. അങ്ങനെ 2ലും ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ അത് കുക്കാവട്ടെ. നമ്മൾ പുഴയിൽ നിന്ന് വന്ന ഉടനെ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണേ. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 2 പാനും കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സൈഡ് കുക്കായി, നമ്മൾ മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു സൈഡും കൂടെ കുക്കായിട്ട് കിട്ടണം. അങ്ങനെ ഇവിടെ പൊതുവേ എല്ലാവരും ഉള്ള ദിവസങ്ങളിൽ പുറത്തുനിന്ന് അങ്ങനെ അധികം ഫുഡ് വാങ്ങിക്കാറില്ല, വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാണ് കേട്ടോ ചെയ്യുക. ഇവിടെ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുന്നത് പൊതുവേ ഉമ്മാക്കും ഉപ്പാക്കൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ആയി ഏകദേശം എല്ലാവർക്കും വിശന്നു. പുഡിങ്ങൊക്കെ ആവിയായൊരവസ്ഥയാണ്. അങ്ങനെ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പി എല്ലാവരും ചോറുണ്ടു. പിന്നെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയി കിടക്കുകയാണ് കേട്ടോ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് കേട്ടോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.